ഞാൻ പറയുന്ന അനുസരിക്കാവോ? ഇതിന്റെ പിന്നിലെ സത്യം എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് സത്യം? സ്വാതി പ്രേതായെന്നുള്ളത് തന്നെ ഇതിന്റെ സത്യം. പകയാ, കൊടും പക. നാരായൺജിയുടെ പ്രയോഗവും ഫലിച്ചില്ല. ഇനി ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ, ആ വീടങ്ങ് മാറുക. വീട് മാറാനോ? എന്നിട്ട് ഏതെങ്കിലും ഹോട്ടൽ മുറി ചെന്ന് കിടക്കും. അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും വേദ. ഒരു ഭാഗത്ത് പ്രേതം, മറുഭാഗത്ത് ഉറക്കമില്ലായ്മ. ഗൗരി പേടിക്കുന്നുണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ? ധൈര്യമായിട്ട് നിന്ന് നോക്കിയേ, ഒന്നും സംഭവിക്കില്ല. വേദയ്ക്ക് അങ്ങനെ പറയാം, അനുഭവിക്കുന്നത് നീയല്ലോ. ഇതെല്ലാം കഴിഞ്ഞ അതിന് അടുത്ത ഒഴി നിന്റെയാ. പ്രേതന് നിന്റെ അടുത്തോട്ട് വരും. എങ്കി ആ പ്രേതം വിവരം അറിയും. ഗൗരിയല്ല ഞാൻ, പറപ്പിക്കും ഞാൻ. ഇതൊക്കെ തന്നെയായിരുന്നു ആദ്യം എന്റെ വീരവാദം. പക്ഷെ ഒന്നും നടന്നില്ല, നടക്കില്ല. മാന്ത്രിക രത്നം നാരായൺജി വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയല്ലേ വേദ. ഒരു കാര്യം ചെയ്താലോ? രഹസ്യമായിട്ട് ഞാനും കൂടി വന്നാലോ വീട്ടില്? നമുക്ക് രണ്ടുപേർക്കും കൂടി പ്രേതത്തെ പിടിക്കാം. അതിന് എനിക്ക് മാത്രമല്ല അവളെ കാണാൻ പറ്റൂ. ഞാൻ വന്നാൽ ചിലപ്പോ എനിക്കും കൂടി പറ്റിയാലോ? തോന്നുന്നില്ല. അല്ലെങ്കിലും ഞാനിനി ആ വീട്ടിലേക്കില്ല, മതിയായി. എല്ലാം അടുത്തറിഞ്ഞാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഗൗരിയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് അടങ്ങുമല്ലേ? ഒരു കാര്യം വേദ മനസ്സിലാക്കണം, ഞാൻ വേദയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ടാ എനിക്കിപ്പോ ഇങ്ങനൊരു ഗതികേട് വന്നത്. ഞാൻ സ്വാതിയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും പ്രേതം എന്റെ മുമ്പിൽ വരില്ലായിരുന്നു. അത് ശരിയാ. ഗൗരി ചെയ്തു തന്ന സഹായങ്ങളൊന്നും ചെറുതല്ല. അതൊന്നും മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്കിപ്പോ വലുത് എന്റെ ജീവനാ. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ആദ്യം ഞാൻ എന്റെ തടി രക്ഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് രഹസ്യം കണ്ടുപിടിക്കാം. ശരി, ഗൗരിയുടെ ഇഷ്ടം. അപ്പൊ എപ്പോഴാ ഹോട്ടൽ മുറിയിലേക്ക് മാറുന്നത്? ഇപ്പൊ തന്നെ, ഇനി വൈകുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, അതേ ഇനി രക്ഷയുള്ളൂ.